അപ്പോൾ OTT വന്നിട്ടുള്ള കുറച്ച് സിനിമകൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത്. അപ്പോൾ എന്നാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ കൂടുതൽ വലിച്ചു നീട്ടിയൊന്നും പറയില്ല. ജസ്റ്റ് കുറേ സിനിമകളുണ്ട്, 5-6 സിനിമകളുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പോകാനുള്ള ആ ഒരു രീതിയിലാണ് ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ആനന്ദ് ശ്രീബാല എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ്. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് വിഷ്ണു വിനയാണ്. എഴുതിയിരിക്കുന്നത് അഭിലാഷ് പിള്ള. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നീത പിൻഡോ, പ്രിയ വേണു കുന്നേപ്പള്ളി എന്നിവർ ചേർന്നിട്ടാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് അർജുൻ അശോകൻ, സംഗീത മാധവൻ നായർ, അപർണ ദാസ്, മാളവിക മനോജ്, അബിൻ കെ, ധ്യാൻ ശ്രീനിവാസൻ, ശൃന്ദ, സൈജു കുറുപ്പ്, സിദ്ദീഖ്, കോട്ടയം നസീർ, അജു വർഗീസ്, ഇന്ദ്രൻസ്, മനോജ് KU, കൃഷ്ണ, അസീസ് നെടുമങ്ങാട്, ജയകൃഷ്ണൻ, അങ്ങനെ ഒരു ലോഡ് പേരുണ്ട്. ഇത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് രഞ്ജിൻ രാജാണ്. എഡിറ്റ് ചെയ്തിരിക്കുന്നത് കിരൺ ദാസ്. സിനിമാറ്റോഗ്രാഫി വിഷ്ണു നാരായണൻ. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു കാസ്റ്റ് ആൻഡ് ക്രൂ. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിവ് പോലെ തന്നെ ത്രില്ലർ സ്വഭാവത്തിൽ പോകുന്നൊരു സിനിമയാണ്. ത്രില്ലറിൽ വേണ്ട എല്ലാ എലമെൻസും ഉണ്ട്. പിന്നെ നായകനൊരു ട്രോമ ഉണ്ട്, അൽഷിമേഴ്സിൻ്റെ പ്രശ്നം, അതുപോലുള്ള അൽഷിമേഴ്സിൻ്റെ പ്രശ്നമല്ല, അത് വേറെ സിനിമയിലാണ്. നായകൻ്റെ ട്രോമയിലൂടെയാണ് സിനിമേൻ്റെ കഥ വികസിക്കുന്നത്. എന്താണ് ഒരു അമ്മേനെ നഷ്ടപ്പെട്ട നായകൻ ഇടയ്ക്കിടയ്ക്ക് അമ്മ കൂടുതലുള്ളതായി തോന്നും. അത് അയാളെ അന്വേഷണത്തിനൊക്കെ സ്വാധീനിക്കുന്നതും മറ്റുമൊക്കെ തന്നെയാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത്. സംഗതി വലിയ ടിസ്റ്റോട്ടോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു നോർമലായിട്ട് പോകുന്നൊരു അന്വേഷണ സിനിമയാണ്. എനിക്ക് തോന്നുന്നത് കഥ പറച്ചിൽ വല്ലാതെ അങ്ങ് സ്ലോ ആയിപ്പോയതുപോലെ തോന്നി. അത് മാറ്റി നിർത്തിയാൽ ഒരു കുഴപ്പമില്ലാത്ത ഓക്കെ ഫീൽ നൽകുന്നൊരു സിനിമ തന്നെയാണ് ആനന്ദ് ശ്രീബാല. മ്യൂസിക്കൊക്കെ ഒരു രഞ്ജിനാജിൻ്റെ സ്ഥിരം ഒരു എക്സ്ട്രാ ഓർഡിനറി ലെവലിലൊക്കെ ഒന്നും എത്തിയിട്ടില്ലെങ്കിൽ മോശമില്ലാത്ത മ്യൂസിക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ പണ്ട് നടന്ന ഒരു കൊലപാതകത്തിൻ്റെ അന്വേഷണവും കാര്യങ്ങളും അതിൻ്റെ പിന്നാലെ അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരു പെൺകുട്ടി കൊല്ലപ്പെടുന്നതും അതിൻ്റെ പിന്നാലെ നടക്കുന്ന കാര്യങ്ങളും അത് പിന്നീട് കാലങ്ങൾക്ക് ശേഷം ആണ് ഇതിൻ്റെ അന്വേഷണം വീണ്ടും വരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഈ പറഞ്ഞപ്പോൾ അത് വലിയ ട്വിസ്റ്റോ ടേൺസോ കാര്യങ്ങളൊന്നുമില്ല. കുറേയൊക്കെ പാരലായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും കൂടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിനിമ തന്നെയായിരുന്നു ഈ ആനന്ദ് ശ്രീബാല. എനിക്ക് തോന്നുന്നത് സിനിമേൻ്റെ ട്രീറ്റ്മെൻറ്റിൽ മേക്കിങ്ങിൽ കുറച്ചും കൂടെ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ളൊരു മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഒരു അത്യാവശ്യം കുറച്ചും കൂടി നല്ലൊരു അനുഭവം തരാൻ സാധിക്കുമായിരുന്നു. ഇതിപ്പോൾ ഒരു ആവറേജ് ആ ഒരു ലെവൽ ഒരു ഓക്കെ അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഭയങ്കര സംഭവം ഒന്നായിട്ടൊന്നും തോന്നാത്തതിന് കാരണം എനിക്ക് തോന്നുന്ന ഒരു സ്ലോ പേസിൽ കഥ പറയുന്നത് കൊണ്ടായിരിക്കും. ഭയങ്കര ലാഗുകൾ, ആകെ 2 മണിക്കൂർ സംതിങ് അങ്ങനെയുള്ളൂ മൊത്തത്തിൽ സിനിമ. 2:10 അങ്ങനെന്തോ ഉള്ളൂ. ഇത്രയുള്ള സിനിമ ഭയങ്കരമായിട്ട് ഫസ്റ്റ് ഹാഫ് പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് ലെങ്ത് ഉള്ളതുപോലെ ഫീൽ ചെയ്തു. കാരണം അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് അങ്ങനെയാണ്. പിന്നെ ആവശ്യമില്ലാണ്ട് എനിക്ക് വേറൊരു നെഗറ്റീവായിട്ട് തോന്നിയത് ഇതിൽ അമ്മയായിട്ട് ബന്ധപ്പെട്ടുള്ള ചില സെൻറ്റിമെൻസും കാര്യങ്ങളൊക്കെ അത് ഭയങ്കര കുറച്ച് ഓവറായി പോയെന്നൊരു സംശയമുണ്ട്. പിന്നെ സ്ഥിരം പറയുന്നത് പോലെ തന്നെ ഈ ഒരു നായകനുള്ള ട്രോമ, നായകൻ്റെ മറവിമ, നായകൻ്റെ മറ്റുള്ള എന്തെങ്കിലും ഈ അന്വേഷണം പ്രത്യേകിച്ച് ത്രില്ലർ സിനിമകളിൽ നായകൻ എന്തെങ്കിലും ഒരു അസുഖമോ അല്ലെങ്കിൽ അതുമായിട്ട് എന്തെങ്കിലും ഒരു ട്രോമയോ കാര്യങ്ങളോ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ആ ഒരു രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ നിർത്താനായിട്ടുണ്ടെന്നാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും ഒരു ഓക്കെ ആയിട്ടുള്ള ഒരു അനുഭവം തന്നിട്ടുള്ള സിനിമ തന്നെയാണ് ഈ ആനന്ദ് ശ്രീബാല എന്നിട്ടുള്ള സിനിമ. അടുത്ത സിനിമ അയാം കാതൽ എന്നുള്ള സിനിമയാണ്. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ഗിരീഷ് ഷേഡിയാണ്. എഴുതിയിരിക്കുന്നത് സജിൻ ചെറുകയിൽ. പിന്നെ സിനിമാറ്റോഗ്രാഫി ഷാരൻ വേലായുധൻ. എഡിറ്റ് ചെയ്തിരിക്കുന്നത് ആകാശ് ജോസഫ് വർഗീസ്. മ്യൂസിക് സിദ്ധാർത്ഥ പ്രദീപ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നസ്ലൻ കെ ഗഫൂർ, ലിജോ മോൾ ജോസ്, ദിലീഷ് പോത്തൻ, അനിഷ്മ അനിൽകുമാർ, വിനീത് വാസുദേവൻ, സജിൻ ചെറുകേൽ, പിന്നെ വിനീത് വിശ്വം, അർഷാദ് അലി, കിരൺ ജോഷി, സീന ഷാൻ, ശരൺ പണിക്കർ, അർജുൻ കെ, സനത് ശിവരാജ് എന്നിവരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ ഈ പറഞ്ഞതുപോലെ തന്നെ ത്രില്ലർ, ആ ഒരു റിവെഞ്ച് ത്രില്ലർ ആ ഒരു ശൈലിയിലാണ് പോകുന്നത്. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു ആക്ഷൻ റിവെഞ്ച് ആ ഒരു ടൈപ്പല്ല. ഇതിൽ നായകൻ്റെ കഥാപാത്രമായിട്ടുള്ള നസ്ലൻ്റെ നായക കഥാപാത്രത്തിന് ഈ പിന്നെ പെൺകുട്ടിയുടെ ഇവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ പിതാവിൽ നിന്നൊരു ഒരു മോശം അനുഭവം ഉണ്ടാവുകയും അതിനുശേഷം അയാളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത്. ഇതെനിക്ക് തോന്നുന്ന എല്ലാവർക്കും ഒരു നോർമൽ സിനിമ ആസ്വാദകർക്കൊന്നും അത്ര കൺവിൻസ് ആവുന്നൊരു സ്റ്റോറിയില്ല. കാരണം നല്ല രീതിയിൽ കുറച്ചും കൂടെ IT ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിലെ പ്രോഗ്രാമിങ് കാര്യങ്ങൾ, ഹാക്കിങ്,
ഇങ്ങനെ കുറച്ചും കൂടി ഒരു അഡ്വാൻസ് ആയിട്ടുള്ളൊരു സംഭവമാണ് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ സിനിമ അത്യാവശ്യം നല്ല ഒരു മോശമില്ലാത്ത സിനിമ, ഒരു എബോ ആവറേജ് സിനിമ ആയിട്ട് പോലും തിയേറ്ററിൽ ഒരു വലിയൊരു ഹിറ്റ് ആവാതിരിക്കാൻ കാരണം എനിക്ക് തോന്നുന്നത് അത്തരത്തിലൊരു ആസ്വാദന എല്ലാവർക്കും ആസ്വദിക്കാവുന്ന രീതിയിലുള്ളൊരു സിനിമ അല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഈ സിനിമ വലിയൊരു വിജയം ആവാതെ പോയത്. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ കഥ നേരത്തെ പറഞ്ഞു, പിന്നെ പെർഫോമൻസുകളൊക്കെ അത്യാവശ്യം എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തു. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ കുറഞ്ഞ സമയമുള്ളൂ, 2 മണിക്കൂർ, ആ ഒരു 2:10 2:15 ആ ഒരു ലെവലിലേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ടുള്ള ലെങ്ത് ഓർമ്മയില്ല. എന്തായാലും ആ ഒരു പറഞ്ഞ സമയത്ത് ഒട്ടും ലാഗില്ലാതെ ഒട്ടും മടുപ്പില്ലാതെ തുടക്കം മുതൽ ഒടുക്കം വരെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കണ്ടിരിക്കാൻ പറ്റും. ഒന്നാമത് ഞാൻ ഒരു പക്ഷേ ഈ അതിൽ പറയുന്ന സംഭവങ്ങളും അതിൽ പറയുന്ന ടേംസും കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടായിരിക്കാം എന്നെനിക്ക് തോന്നി. എന്നാലും കൂടെ ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഓക്കെ ഫീൽ വന്നിട്ടുള്ളൊരു സിനിമ തന്നെയാണ് യായാം കാതലൻ. കണ്ടിട്ടില്ലാത്ത ആളുകൾ ധൈര്യമായിട്ട് കണ്ടോ. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു നോർമലായിട്ടുള്ള സിനിമാസ്വാദകർക്ക് എത്രത്തോളം ദഹിക്കും എന്നുള്ളത് എനിക്കറിയില്ല. എന്നാൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഓക്കെ എബോ ആവറേജ് ഫീൽ വന്നിട്ടുള്ള സിനിമ തന്നെയാണ് പിന്നെ യായാം കാതലൻ എന്നിട്ടുള്ള സിനിമ. അടുത്ത സിനിമ എന്ന് പറയുന്നത് സ്മൈൽ മാൻ എന്നിട്ടുള്ള സിനിമയാണ്. ഇത് തമിഴിൽ നിന്ന് വന്നിട്ടുള്ള സിനിമയാണ്. നമ്മുടെ ശരത് കുമാർ നായകനായിട്ടുള്ള സിനിമയാണ്. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്യാം പ്രവീൺ, എഴുതിയിരിക്കുന്നത് കമല ഐഷമിസ് എന്നിട്ടുള്ള ആളാണ്. അഭിനയിച്ചിരിക്കുന്നത് ശരത് കുമാർ, ഇനിയ, സിജ റോസ്, രാജ്കുമാർ, സുരേഷ് ചന്ദ്രമേനോൻ, കുമാർ നടരാജൻ, ജോർജ് മരിയൻ, ഗോപി GPR, ബേബി അസിയ എന്നിവരൊക്കെ ചേർന്നിട്ടാണ്. കുറേ അധികം അറിയുന്ന താരങ്ങൾ വളരെ കുറവാണ്. ഒരുപാട് ഞാൻ അത്ര കണ്ട് തമിഴിൽ പരിചയമില്ലാത്ത ഒരുപാട് താരങ്ങളുണ്ട്. പിന്നെ ഹരീഷ് പെരടി ഒരു കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ട്, ഒരു ആവശ്യമില്ലാത്തൊരു കഥാപാത്രമായിട്ട്. എന്തിന് അങ്ങനെ റോള് എന്നുപോലും ഓർമ്മയില്ലാത്തൊരു കഥാപാത്രമാണ്, അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ പോർത്തോയിൽ നിന്നിട്ടുള്ള ഈ അടുത്ത് വന്നിട്ടുള്ള തമിഴ് സിനിമ നമ്മൾക്ക് നല്ല രീതിയിൽ ആസ്വദിച്ച് കണ്ടിട്ടുള്ളൊരു കിടിലൻ ത്രില്ലറാണ്. ഒരു സൈക്കോ ത്രില്ലർ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ പറയുന്നത്. അതുപോലെ തന്നെ ഒരു സൈക്കോ ത്രില്ലറായിട്ടുള്ള ഒരു കഥാപാത്രം ഒരു സിനിമയാണ്, സൈക്കോ ത്രില്ലർ സിനിമ തന്നെയാണ് ഇതും. പക്ഷേ പോർത്തോയിൽ പോലെ അല്ലെങ്കിൽ രാക്ഷസം എന്നൊക്കെ വേറെ ലെവല്. എന്നാലും പറയാം, ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ച് കണ്ടിട്ടുള്ള സിനിമയായിരുന്നു. ട്രെയിലറൊക്കെ അത്യാവശ്യം നല്ലൊരു സിനിമ ആയിരിക്കുമെന്നുള്ളൊരു ഫീല് തന്നു. പിന്നെ പോർത്തോയിൽ എന്ന് പറഞ്ഞ മുമ്പത്തെ ശരത് കുമാറിൻ്റെ സിനിമ നമ്മൾ നല്ല രീതിയിൽ ആസ്വദിച്ച് അതിൻ്റെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ശരിക്ക് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ആനന്ദ് ശ്രീബാലൻ്റെ പറഞ്ഞതുപോലെ തന്നെ നായകൻ്റെ അൾഷിമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഈ പറഞ്ഞതുപോലെ തന്നെ ത്രില്ലർ സിനിമകളിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു സംഭവമാണ് നായകൻ എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു മാനസിക പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായിട്ട് ചിത്രീകരിക്കുക. അയാൾക്ക് എന്തെങ്കിലും ഒരു മാനസിക രോഗമുള്ളത് അല്ലെങ്കിൽ ഒരു മറവി രോഗമുള്ളത്. ഈ പരിപാടി ഭയങ്കര ബോറായി തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിലും ഉൾപ്പെടുത്തിയത്. എന്തോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ പോയൊരു സിനിമയാണ് ഈ സ്മൈൽ മാൻ എന്നുള്ള സിനിമ. എന്തോ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചത് കൊണ്ടാണോ എന്നറിയില്ല. അത് മാത്രമല്ല ഭയങ്കര ഇഴച്ചിലും ആവശ്യമില്ലാത്ത വലിച്ചു നീട്ടലും പിന്നെ ഒട്ടും തന്നെ ട്വിസ്റ്റോ ടേൺസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അങ്ങനെ പ്ലെയിനായിട്ട് പറഞ്ഞു പോവുക. നമ്മളൊരു പോർത്തോയിലൊക്കെ കണ്ട് ശരത് കുമാറിൻ്റെ മുമ്പത്തൊക്കെ സിനിമ കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അതുപോലുള്ള ട്വിസ്റ്റോ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല, ഒട്ടും തന്നെ വർക്കാത്തൊരു സിനിമയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഥ എന്ന് പറയുന്നത് ഇതാണ്, ഒരു സൈക്കോ കില്ലറെ പിന്നാലെ നടക്കുന്നതും, അതായത് മുമ്പ് ഇയാൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട അതേ പാറ്റേണിലുള്ള ഒരു കൊലപാതകവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റോറി ലൈൻ കാണുമ്പോൾ ഭയങ്കര സംഭവം ഉണ്ടാവും തോന്നും, പക്ഷേ ഒന്നുമില്ല, ഭയങ്കര പ്ലെയിൻ ആയിട്ട് പോകുന്ന ഒട്ടും എക്സൈറ്റിംഗ് അല്ലാത്തൊരു കഥ തന്നെയാണ് ഈ സ്മൈൽ മാൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. പിന്നെ ഞാൻ നേരത്തെ ഹരീഷ് പെരടിൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ പറഞ്ഞു. മൂപ്പര് ഈ സിനിമേൻ്റെ ഇടയ്ക്ക് തുടക്കത്തിൽ അദ്ദേഹമാണ് കില്ലർ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ എന്ന് വരുന്നുണ്ട്. അതും ഒരു സ്ത്രൈണതയുള്ള ഒരു കഥാപാത്രമായിട്ടാണ് വരുന്നത്. അയാൾ വന്നിട്ട് കുറച്ച് സമയം സ്റ്റേഷനിൽ ഇരുന്ന് വെറുതെ കുറച്ച് സമയം ഒരു 5-10 മിനിറ്റ് വേർപ്പിച്ച് പോയി എന്നല്ലാണ്ട് ആ കഥാപാത്രം എന്തിനു വന്ന് അയാൾക്ക് സിനിമയിൽ എന്ത് പ്രാധാന്യം എന്നൊന്നും മനസ്സിലാക്കാനും അത് പറയാനോ ഒന്നും സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല. എന്തോ ഒരു വഴിപോക്കൻ വരുമ്പോലെ വന്നു, അതുപോലെ പിന്നെ കുറച്ച് സമയം പിന്നെ അയാളെ കണ്ടിട്ടുമില്ല. എന്തിനു വന്നു, എന്തായിരുന്നു ആ കഥാപാത്രത്തിൻ്റെ ആവശ്യകത എന്നതുപോലും ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രതീക്ഷയോടെ കണ്ടതുകൊണ്ടാണെന്നറിയില്ല, നിരാശപ്പെടുത്തിയൊരു സിനിമ തന്നെയാണ് സ്മൈൽ മാൻ എന്നുള്ള സിനിമ. പിന്നെ കണ്ട ആൾക്കാരൊക്കെ ഒന്ന് ജസ്റ്റ് പോയി കാണാം. പിന്നെ അടുത്ത സിനിമ എന്ന് പറയുന്നത് റൈഫിൾ ക്ലബ്ബ് എന്നുള്ള മലയാള സിനിമയാണ്. ഈ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും ആസ്വദിച്ച് കണ്ടിട്ടുള്ള സിനിമയാണ് റൈഫിൾ ക്ലബ്ബ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആഷിഖ് അബു, എഴുതിയിരിക്കുന്നത് ശ്യാം പുഷ്കരൻ, ദിലീഷ് കരുണാകരൻ,
സുഹാസ് ഷെറഫു എന്നിവർ ചേർന്നിട്ടാണ്. പിന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആഷിക അബു തന്നെയാണ്. പിന്നെ വിൻസെൻ്റ് വടക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്, വിശാൽ വിൻസെൻ്റ് ടോണി എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ആഷിക അബു തന്നെയാണ്. എഡിറ്റ് ചെയ്തിരിക്കുന്നത് വി സാജൻ, മ്യൂസിക് ചെയ്തിരിക്കുന്നത് റെക്സ് വിജയൻ. ഇവരാണ്. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ഒരു ലോഡ് ആൾക്കാരുണ്ട്. ഒരു ലോഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിനകത്തുണ്ട്. ദിലീഷ് പോത്തൻ, അനുരാഗ് കശ്യപ്, വിജയരാഘവൻ, വാണി വിശ്വനാഥ്, ഹനുമാൻ കൈൻഡ്, സുരേഷ് കൃഷ്ണ, വിനീത് കുമാർ, വിഷ്ണു അഗസ്ത്യ, ദർശന രാജേന്ദ്രൻ, ഉണ്ണിമായ പ്രസാദ്, സുരഭി ലക്ഷ്മി, റംസാൻ മുഹമ്മദ്, നവനി ദേവാനന്ദ്, പ്രശാന്ത് മുരളി, സെന്ന ഹെഡ്ഗെ, പിന്നെ നടേഷ് ഹെഡ്ഗെ, രാമു, പൊന്നമ്മ ബാബു, റാഫി, വൈശാഖ് ശങ്കർ, പിന്നെ നിയാസ് മുസലിയാർ, ജിത്തു അഷ്റഫ്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു ലോഡ് ആൾക്കാരുണ്ട്. പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം സിനിമയെന്നല്ല, നമ്മൾ അമൽ നീരദ് സിനിമയിലൊക്കെ കാണുന്നത് പോലുള്ള ചുമ്മാ ചെറിയ സിമ്പിൾ സ്റ്റോറി, ഒരു സാധാ ഒരു റിവെഞ്ച് സംഭവം ഉള്ളതാണ്. ചെയ്യാൻ വേണ്ടിയിട്ട് വില്ലനും ടീമും ഒരു റൈഫിൾ ക്ലബ്ബിലെത്തുന്നു. പിന്നീട് ഉണ്ടാകുന്ന വെടിവെപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. വെടിവെപ്പന്നാണ് മെയിനായിട്ടുള്ളത്. ഒരു ഹാഫ് ടൈമിന് ശേഷം ഒരു ലാസ്റ്റ് ഒരു 30-40 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ക്ലൈമാക്സ് തന്നെയാണ്. കാരണം ഫുൾ വെടിവെപ്പ് അത് കഴിഞ്ഞാൽ മുഴുവൻ സമയം വെടിവെപ്പ്. പക്ഷേ സിനിമ ട്രീറ്റ് ചെയ്തിരിക്കുന്ന രീതി, ഒരു സമയത്ത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അമൽ നീരദ് സിനിമ ആണോന്ന് പോലും ഓർത്ത് പോകുന്ന രീതിയിലുള്ള മേക്കിംഗ് ആണ്. കിഡിലൻ മേക്കിംഗ് പറഞ്ഞാൽ കിഡിലൻ മേക്കിംഗ്. പിന്നെ മ്യൂസിക് പറയാൻ വേണ്ട, റക്സ് വിജയൻ കുറേ കാലത്തിന് ശേഷമാണ് മൂപ്പര് ഇത്രയും ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു മ്യൂസിക് ചെയ്യുന്നത്. കിഡിലൻ വർക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു സിനിമയ്ക്ക് വേണ്ടത് എന്താണോ അത്, ആ സിനിമേൻ്റെ സീനുകൾ എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മ്യൂസിക് എന്താണോ അത് പക്കയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കഥാപാത്രങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ വിനീത് കുമാറിന് നല്ലൊരു റോള് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ആക്ടറും ഡയറക്ടറും ഒക്കെയാണ് വിനീത് കുമാർ. അദ്ദേഹത്തിന് നല്ലൊരു റോള് കിട്ടിയിട്ടുണ്ട് ഈ സിനിമയിൽ. അതെനിക്ക് ഭയങ്കരമായിട്ട് കൺവിൻസ് ആവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ദിലീഷ് പോത്തൻ കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അനുരാഗ് കശ്യപ് ഓൾവേസ് എല്ലാ സിനിമയിലും ചെയ്യുന്നവർ മൂപ്പരെ റോള് കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എടുത്തു പറയാനുള്ള ഒരുപാട് എല്ലാവരും അവരവർക്ക് കിട്ടിയ റോളുകളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും, അതായത് ഏതെങ്കിലും ഇപ്പം ദർശന ഇതിലൊരു റോളുണ്ട്, വാണി വിശ്വനാഥ് ഉണ്ട്, പിന്നെ വിനീത് കുമാറിന്, അങ്ങനെ തുടങ്ങിയ കുറച്ച് മുൻനിര നായകന്മാരെല്ലാവരും ഉണ്ട്. പക്ഷേ ഇവർക്ക് ആർക്കെങ്കിലും ഒരു പ്രധാന റോളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പം ഇതിലേക്ക് തോന്നുന്നു ഉള്ളതിൽ ഏറ്റവും പ്രധാന റോള് ചെയ്തിട്ടുള്ളത് പിന്നെ ദിലീഷ് പോത്തനാണ്. ബാക്കിയുള്ള എല്ലാവർക്കും അതിൻ്റെ താഴെയുള്ള റോളും, ഒരു നായകൻ എന്ന് പറയുന്നത് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ദിലീഷ് പോത്തനെ തന്നെയാണ്. കാരണം അയാളെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ റൈഫിൾ ക്ലബ്ബും കാര്യങ്ങളൊക്കെ വരുന്നത്. വില്ലനായിട്ട് അനുരാഗ് കശ്യപും. പക്ഷേ സിനിമ കിഡിലൻ എന്ന് പറഞ്ഞാൽ കിഡിലൻ. ഒരു ആകെ 1.25 മണിക്കൂർ എങ്ങാണ്ട് സിനിമ ഉള്ള സമയം ഒട്ടും മടുപ്പില്ലാതെ ഒട്ടും ലാഗില്ലാതെ കിഡിലനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കിഡിലനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. കുറേ കാലങ്ങൾക്ക് മുമ്പ് നടക്കുന്ന കഥയാണ്. അതിൽ മൃഗ സിനിമേൻ്റെ റെഫറൻസ് കാര്യങ്ങൾ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൺവീൻസ് ആവുന്ന രീതിയിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. കാണാത്ത ആളുകൾ ധൈര്യമായിട്ട് കണ്ടോളി. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു നഷ്ടബോധം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ തിയേറ്ററിൽ ഈ സിനിമ കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. കാരണം പക്ക തിയേറ്റർ മെറ്റീരിയൽ ആയിരുന്നു റൈഫിൾ ക്ലബ്ബ് എന്നുള്ള സിനിമ. അപ്പോൾ OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത ആൾക്കാർക്ക് ശരിക്കും വലിയൊരു നഷ്ടം തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം കണ്ടാൽ മോശമെന്നല്ലോട്ടോ പറയുന്നത്, ഇത് ശരിക്കും തിയേറ്ററിൽ കണ്ടാസ്വദിക്കാനുള്ള സാധനം ഉണ്ടായിരുന്നു പിന്നെ ഈ റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ OTTയിൽ വന്ന ആൾക്കാർക്ക് ആസ്വദിക്കാൻ പറ്റില്ല എന്നല്ല പറയുന്നത്, പക്ഷേ ഇതിനേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നൊരു സിനിമയായിരുന്നു റൈഫിൾ ക്ലബ്ബ്. ഇന്ന് ഈ ഒരു 4-5 സിനിമകളെ ഞാൻ ഏറ്റവും ആസ്വദിച്ച് കണ്ടതും റൈഫിൾ ക്ലബ്ബ് തന്നെയാണ്. അപ്പോൾ കാണാത്ത ആളുകൾക്ക് ധൈര്യമായിട്ട് പോയി കണ്ടോളി, യാതൊരു മടുപ്പില്ലാതെ കണ്ടിരിക്കുക. പിന്നെ അടുത്ത സിനിമ എന്ന് പറയുന്നത് പണി എന്ന് പറഞ്ഞിട്ടുള്ള ജോർജ് ജോർജ് സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ്. പിന്നെ ജോർജ് ജോർജ് ആദ്യമായി സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് ഈ പണി. ഇത് കഥ എഴുതിയിരിക്കുന്നതും തിരക്കഥ എഴുതിയിരിക്കുന്നതൊക്കെ ജോർജ് ജോർജ് തന്നെയാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് റിയാസ് ആദം, സിജോ വടക്കൻ എന്നിവർ ചേർന്നിട്ടാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫി വേണു ISC, ജിൻഡോ ജോർജ്. എഡിറ്റ് ചെയ്തിരിക്കുന്നത് മനു ആൻ്റണി. മ്യൂസിക് ഒരുപാട് പേരുണ്ട്. വിഷ്ണു വിജയ് ഉണ്ട്, സാം CS ഉണ്ട്, സന്തോഷ് നാരായണൻ ഉണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സാം CS, സന്തോഷ് നാരായണൻ. പിന്നെ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പിന്നെ ക്രൂ സൈഡ്. പിന്നെ എന്താണ് അഭിനയിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ജോർജ് ജോർജ്, സാഗർ സൂര്യ, അഭിനയ, ജുനൈസ്, ചാന്ദിനി ശ്രീധരൻ, പ്രശാന്ത് അലക്സാണ്ടർ, സുജിത് ശങ്കർ, ബോബി കുര്യൻ, അഭയ ഹിരൺമയി, രഞ്ജിത്ത് വേലായുധൻ, അനൂപ് കൃഷ്ണൻ, ജയരാജ് വാര്യർ, ബാബു നമ്പൂതിരി, ബിറ്റോ ഡേവിസ്, ജയശങ്കർ കരിമുറ്റം, ലങ്കാലക്ഷ്മി, സോന മരിയ അബ്രഹാം
ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളായി വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ സീമ ചേച്ചി ഉണ്ട്. ഇവർക്കാണ് പ്രധാന കഥാപാത്രങ്ങളായി വന്നിട്ടുള്ളത്. ഒരു ഡിബേറ്റ് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് നല്ല വൃത്തിക്ക് സിനിമ ഡയറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ജോജു ജോർജ്. പിന്നെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ടിപ്പിക്കൽ കഥ, ഒരു നായകൻ്റെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ചില നായകൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ ഉണ്ടാകുന്ന ചില ഇൻസിഡൻസും അതിനുശേഷം വില്ലന്മാരിൽ നിന്ന് അവർക്ക് കിട്ടുന്ന പണിയും അതിൻ്റെ മറുപണിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കഥ പോകുന്നത്. ഒരു വലിയൊരു ഭയങ്കര സംഭവം കഥയൊന്നും പറയാനില്ല. ടിപ്പിക്കലായിട്ടുള്ള നായകൻ്റെ ഭാര്യനെ ഇവർ പിന്നെ കയറിയിട്ട് ആക്രമിക്കുന്നതും റേപ്പ് ചെയ്യുന്നതും കാര്യങ്ങളും അതിന് പിന്നെ എന്താണ് പ്രതികാരം ചെയ്യാൻ വേണ്ടി നായകൻ്റെ കൂട്ടുകാരെ ഇറങ്ങിത്തിരിക്കുന്നതും അതിലൂടെ അവർക്ക് കിട്ടുന്ന തിരിച്ചടിയും തിരിച്ച് കൊടുക്കുന്ന പണിയും കാര്യങ്ങളും. അങ്ങനെ ഈ പണി എന്ന് പറഞ്ഞ സിനിമ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പേര് കൊടുത്തു എന്നുള്ളത് കറക്റ്റ് ഈ സിനിമ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതിൽ എടുത്തു പറയേണ്ടത് വില്ലന്മാരായിട്ട് വന്നിട്ടുള്ള സാഗർ സൂര്യയും ജുനൈസുമാണ്. പ്രത്യേകിച്ച് സാഗർ സൂര്യ കിടിലെന്ന് പറഞ്ഞാൽ കിടുക്കാച്ചേട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഈ ക്ലൈമാക്സിൽ ഇവരെ പിന്നെ ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്കൊരു ഉള്ളിലൊരു സാറ്റിസ്ഫാക്ഷനാണ്. കാരണം അമ്മാതിരി വില്ലത്തരാണ് ഇവന്മാർ കാഴ്ചവെക്കുന്നത്. നമുക്ക് ചില സിനിമ കണ്ടു കഴിഞ്ഞാൽ വില്ലന്മാരോട് അത്ര കണ്ടൊരു വെറുപ്പ് തോന്നില്ല. ജസ്റ്റ് ഒരു വില്ലത്തരം, ഒരു സിനിമയെ കാണുന്ന വില്ലൻ. പക്ഷേ ഈ ചെങ്ങായിമാരെ വില്ലത്തരം കണ്ടു കഴിയുമ്പോൾ നമുക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ചെങ്ങായിമാർ ആരെങ്കിലും ഒന്ന് കൊല്ലാൻ എന്ന് നമുക്കിങ്ങനെ ഉള്ളിൽ തോന്നുന്ന രീതിയിലുള്ള വില്ലത്തരം ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ജോജു ജോർജും പിന്നെ ഇതിൽ പിന്നെ നമ്മുടെ ജോജുവിൻ്റെ ഫ്രണ്ടായിട്ട് വന്നിട്ടുള്ള ഡേവി എന്ന് പറഞ്ഞ കഥാപാത്രം വന്നിട്ടുള്ള ബോബി കുര്യൻ കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. മൂപ്പര കഥാപാത്രം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ജോജുവിൻ്റെ അടുത്ത സുഹൃത്തായിട്ട് വന്നിട്ടുള്ള കഥാപാത്രമാണ് അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു സമയത്ത് ജോജുവിനേക്കാളും എന്താ പറയുക മുകളിൽ സ്കോർ ചെയ്യുന്ന രീതിയിൽ അങ്ങേര് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ജോജു നായകനാണെങ്കിലും കൂടെയുള്ള ആൾക്കാർക്കും കൃത്യമായിട്ടുള്ള പ്ലേസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്, അതുകൊണ്ട് ഞാൻ തന്നെ മെയിൻ റോള്, ബാക്കിയുള്ളവർക്കൊക്കെ കുഞ്ഞു റോള് കൊടുത്താൽ മതി എന്നുള്ള രീതിയിലൊന്നും ചിന്തിക്കാതെ അദ്ദേഹം നായകനാണെങ്കിലും കൂടെയുള്ള ഈ 3-4 കഥാപാത്രങ്ങൾ സ്ഥിരമായിട്ട് സുജിത്ത് എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, സുജിത് ശങ്കർ, പിന്നെ ഈ ദേവി എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ട് വന്നിട്ടുള്ള ബോബി കുര്യൻ, പിന്നെ കുരുവിള എന്ന് പറഞ്ഞ കഥാപാത്രമായി വന്നിട്ടുള്ള പ്രശാന്ത് അലക്സാണ്ടർ, ഇവരൊക്കെ ഫുൾ ടൈം ഇദ്ദേഹത്തിൻ്റെ ഗിരീൻ്റെ കൂടെ തന്നെയുള്ള ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇവർക്കൊക്കെ കൃത്യമായിട്ട് ക്യാരക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് അവരുടെ റോളിനൊക്കെ കൃത്യമായിട്ട് എന്തോ ചുമ്മാ നായകൻ്റെ കൂടെയുള്ള സൈഡ് റോൾ മാത്രമായിട്ട് ഒതുക്കാതെ കൃത്യമായി ഇവർക്കൊക്കെ നല്ല തിരക്കഥയിൽ നല്ല സ്ഥാനം കൊടുത്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ സിനിമയ്ക്ക് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള കിടിലൻ വർക്ക് തന്നെയാണെല്ലാം. പിന്നെ സംവിധായകൻ്റെ ആദ്യ സിനിമ അല്ലെങ്കിൽ ജോജു ജോർജിൻ്റെ ആദ്യ സിനിമ എന്നുള്ള നിലയ്ക്ക് നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള കിടിലൻ വർക്ക് തന്നെയാണ്. ഒട്ടും ബോറടിപ്പിക്കാത്ത കൃത്യമായി പറയേണ്ട കാര്യം പറഞ്ഞ് നമ്മളെ മനസ്സിൽ എന്താണോ അവരുദ്ദേശിച്ച ഒരു പിന്നെ റിസൾട്ട് അത് നമ്മളെ മനസ്സിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മസ്റ്റ് വാച്ചബിൾ ആയിട്ടുള്ള സിനിമയാണ് പണി. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതിൽ ഈ പണിയും റൈഫിൾ ക്ലബ്ബും ഒക്കെ നമുക്ക് ഒട്ടും ബോറില്ലാതെ കണ്ടിരിക്കുക. ഒരു എബോ ആവറേജ് അല്ലെങ്കിൽ കിടിലൻ സിനിമ, മസ്റ്റ് വാച്ച് ആയിട്ടുള്ള സിനിമകളാണ്. പിന്നെ ആനന്ദ് ശ്രീവാല കാതലൻ എന്നുള്ള സിനിമകൾ മോശമല്ല, ഓക്കെ ഫീലുള്ള 2 സിനിമകളാണ്. പിന്നെ സ്മൈൽമാൻ എന്നുള്ള സിനിമ വളരെ മോശം സിനിമയാണ്. ഇതൊക്കെയാണ് എൻ്റെ ഒരു അനുഭവം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.